ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സ് ആണ്. ഒരെണ്ണം പുതിനയിലയും അതേപോലെ തന്നെ ചെറുനാരങ്ങയും വെച്ച് ഉണ്ടാക്കുന്ന ഒരു റിഫ്രഷിംഗ് മിൻറ്റ് ലൈം. രണ്ടാമത്തേത് നമ്മുടെ ആപ്പിളും അതേപോലെ തന്നെ ഡേറ്റ്സും വെച്ച് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഡ്രിങ്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിൻറ്റ് ലൈം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം പുതിനയില എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങ ഞാൻ മുഴുവനോടെ എടുത്തിട്ടുണ്ട്. ഒരു ഏലക്ക എടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഏലക്ക എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ബ്ലെൻഡർ എടുക്കാം. അതിലേക്ക് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പുതിനയില മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഏലക്കയുടെ സീഡ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ ആയിട്ടുള്ള മിൻറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്ത് കുടിക്കാം. അങ്ങനെ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് മിൻറ്റ് ലൈം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ആപ്പിൾ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ആപ്പിളിൻ്റെ പകുതി ഇതേപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരുവൊക്കെ ഞാൻ മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് നല്ല തണുത്ത പാലും കൂടെ വേണം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില എസൻസും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ബ്ലെൻഡർ എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളിവിടെ നേരത്തെ കുതിർത്തൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബാക്കി പാലും കൂടെ തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു മിൽക്ക് ഷേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നല്ല തണുപ്പ് വേണം. ഇപ്പം ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിലായിട്ട് കുറച്ച് കാഷ്നട്ട്സും അതേപോലെ തന്നെ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ആപ്പിൾ ഡേറ്റ്സ് മിൽക്ക് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പോടെ വേണം ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് കാണിച്ച 2 ഡ്രിങ്ക്സും നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.